ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മള് BC 6th century മുതലുള്ള ചേഞ്ചസ്, ബുദ്ധിസം വന്നിരിക്കുന്നത് എങ്ങനെയായിരുന്നു, ജൈനിസം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഭൗതികവാദം എങ്ങനെയായിരുന്നു അല്ലെ, മെറ്റീരിയലിസം അല്ലെ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ മഗധ എങ്ങനെ, ജനപദങ്ങള്, മഹാജനപദങ്ങള്, മഗധയുടെ വളർച്ച പറഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം, നന്ദരാജവംശത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ രാജ്യം കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. സ്തൂപങ്ങളെ പറ്റിയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മൗര്യ റൂൾ അല്ലെങ്കിൽ മൗര്യ ഭരണത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മൗര്യൻ റൂൾ ഓർ മൗര്യ ഭരണം. സോ ഭരണ സൗകര്യത്തിനായി നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല സംസ്ഥാനങ്ങൾക്കെല്ലാം തലസ്ഥാനങ്ങളുമുണ്ട് അല്ലെ. നമ്മുടെ രാജ്യം അല്ലെ, our country is divided into various states for administrative convenience and all states have capitals. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 28 സംസ്ഥാനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതിന്റെ തലസ്ഥാനങ്ങളുമുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിനും തലസ്ഥാനമുണ്ട് അല്ലെ. ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് ന്യൂഡൽഹി ആണ് അല്ലെ. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ആണ് അല്ലെ. അപ്പം ഓരോ സ്റ്റേറ്റിനും തലസ്ഥാനമുണ്ട്, അതുപോലെ തന്നെ രാജ്യത്തിനും തലസ്ഥാനമുണ്ട് അല്ലെ. ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഒരു സ്ഥലമുണ്ട്. സോ അതുപോലെ തന്നെ മൗര്യ രാജ്യവും ഇത്തരത്തിൽ വിവിധ പ്രവിശ്യകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഒരു മൗര്യ രാജ്യം അല്ലെ, അന്നുണ്ടായിട്ടുള്ള മൗര്യ രാജ്യവും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവിൻസസ് അല്ലെങ്കിൽ പ്രവിശ്യകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എന്താ പറയാ, Maurya kingdom was also divided into various provinces in this way. Okay. ആൻഡ് ഇത്തരം പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു. അപ്പം ഈ പ്രവിശ്യകളെല്ലാം ഗവർണേഴ്സിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു. സച്ച് പ്രൊവിൻസസ് വെയർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവർണേഴ്സ്. തലസ്ഥാനമായ പാടലീപുത്രം ഏതായിരുന്നു? ഇന്നത്തെ പാറ്റ്നയാണ്. പാടലീപുത്രമായിരുന്നു അന്നത്തെ മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. സോ ആ തലസ്ഥാനമായിട്ടുള്ള പാടലീപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ബാക്കിയെല്ലാം ആരായിരുന്നു നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്? ഗവർണർ ആയിരുന്നു. കറക്റ്റ് തലസ്ഥാനം ആരായിരുന്നു നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെ ചക്രവർത്തി നേരിട്ടായിരുന്നു നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. സോ പാടലീപുത്ര ദ ക്യാപിറ്റൽ വാസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി എംപറർ. എംപറർ ഡയറക്റ്റ് ആയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? തലസ്ഥാനമായിട്ടുള്ള പാടലീപുത്രം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് പ്രവിശ്യയുടെ ഓരോരോ പ്രോവിൻസസ് ആയിട്ട് അല്ലെ, പ്രവിശ്യകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രവിശ്യയുടെ തലസ്ഥാനങ്ങളാണ് നിങ്ങൾക്ക് ഈ കാണുന്ന ഉജ്ജയിനി ആണെങ്കിലും ഈ തോസലി ആണെങ്കിലും അല്ലെ, സുവർണഗിരി ഒക്കെ എന്താണ് പ്രവിശ്യകളുടെ, അതായത് പ്രോവിൻസസിന്റെ ക്യാപിറ്റൽ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ പറ്റും, രാജ്യ തലസ്ഥാനം കാണാൻ പറ്റും. ദാറ്റ് ഈസ് പാടലീപുത്ര അല്ലെ. ഇന്നത്തെ പാറ്റ്നയാണ് പാടലീപുത്ര എന്ന് പറയുന്ന രാജ്യ തലസ്ഥാനം പാടലീപുത്രമാണ് അല്ലെ. മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? പാടലീപുത്രമാണ്. ഓക്കെ. സോ മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അവര് അന്ന് യുദ്ധവും സൈന്യവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ആ സൈന്യത്തിന് 5 വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു 5 വിഭാഗങ്ങൾ? കാലാൾപ്പട ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഇൻഫാൻട്രി ഉണ്ടായിരുന്നു, പിന്നെയോ കുതിരപ്പട ഉണ്ടായിരുന്നു, തേരുണ്ടായിരുന്നു, ഗജസേന ഉണ്ടായിരുന്നു, നാവികസേന ഉണ്ടായിരുന്നു. അങ്ങനെ 5 വിഭാഗങ്ങളായിട്ട് അവരുടെ സൈനിക പട ഉണ്ടായിരുന്നു. The Mauryan army had 5 divisions. They were infantry, cavalry, chariots, elephants and the navy. And സൈനിക ഭരണത്തിന്റെ ചുമതല 30 അംഗങ്ങളുള്ള സമിതിയായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ സൈനികന്മാരുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഒരു ചുമതല വഹിക്കണം അല്ലെ. ആരെങ്കിലുമൊക്കെ ചുമതല ഏറ്റെടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് 30 ആൾക്കാരുള്ള ഒരു സമിതിയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ദ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വാസ് carried out by 30-member committee. 30 ആൾക്കാരുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഒരു മിലിറ്ററിയുടെ ഒരു പവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ നോക്കുന്നത് അശോകധമ്മ അല്ലെങ്കിൽ ധർമ്മ എന്താണെന്നാണ്. അശോകധമ്മ അല്ലെങ്കിൽ
ധർമ്മം എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക. അല്ലെ, ബാക്കിയുള്ള മതങ്ങളോടും, നമ്മുടെ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലുള്ള ബാക്കിയുള്ള മതക്കാരോടും നമ്മൾ എന്തായിരിക്കണം? സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറന്റ് ആയിരിക്കണം. അല്ലെ, ബി ടോളറന്റ് ടു അതർ റിലീജിയൻസ്. പിന്നെ എന്താ പറയുന്നത്? മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക. അല്ലെ, റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. നമ്മൾ ടീച്ചേഴ്സിനെയും റെസ്പെക്ട് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെക്കാളും പ്രായം ചെന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം എന്നാ പറയുന്നത്. പിന്നെ അന്ന് അടിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അടിമകളോടും രോഗികളോടും എന്ത് കാണിക്കണം? നമ്മൾ കൈൻഡ് ആയിരിക്കണം, ദയ കാണിക്കണം. സോ ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് സിക്ക്. അല്ലെ, രോഗികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്തും അടിമകളുടെ അടുത്തും ദയ കാണിക്കണം. ഇത്തരം കാര്യങ്ങൾ അല്ലെ എന്തൊക്കെയാണ്? ബി ടോളറന്റ് ടു അതർ റിലീജിയൻസ്, റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് സിക്ക്. അപ്പം തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ അശോകധമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് എന്താണ്? ഇവർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സഹിഷ്ണുത ഉണ്ടായിരിക്കണം ബാക്കി മതക്കാരോട്, അതുപോലെ തന്നെ രോഗികളോടും അടിമകളോടൊക്കെ ദയ കാണിക്കണം. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? പ്രജകൾക്കിടയിൽ ഒരു സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അശോക ചക്രവർത്തി കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളായിരുന്നു. അതിനെ പറയുന്ന പേരാണ് അശോകധമ്മ. സോ ദ ഐഡിയാസ് propagated by Emperor Ashoka to maintain peace and coexistence among his subjects are known as Ashoka Dhamma. Okay, വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ച് നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധമ്മയെന്ന് പ്രമുഖ ചരിത്രകാരിയായ റൊമില ധാപര അഭിപ്രായപ്പെടുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്താണ്? വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധമ്മ എന്നാണ് ആര് വിശേഷിപ്പിക്കുന്നത്? റൊമില ധാപര വിശേഷിപ്പിക്കുന്നത്. സോ ദ എമിനന്റ് ഹിസ്റ്റോറിയൻ റൊമില ധാപർ opines that Ashogadhamma was a policy for the efficient administration of a vast country and for keeping various social groups in harmony. Okay, so നിങ്ങൾ ആ പേര് ഓർത്തു വെക്കുക, റൊമില ധാപര. ആൻഡ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ഗ്രോത്ത് ഓഫ് ട്രേഡ്, കച്ചവടത്തിന്റെ വളർച്ച. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായപ്പം കച്ചവടം വന്നു അല്ലെ, ഒരുപാട് മിച്ചോൽപാദനം ഉണ്ടായ സമയത്ത് കച്ചവടം വന്നു. പിന്നീട് ആ കച്ചവടം എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. So the image shows the early coins that were in circulation in ancient India. ഇന്ത്യയില് പണ്ട് കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിട്ടുള്ള പല തരത്തിലുള്ള കോയിനുകൾ അല്ലെ, നമുക്ക് ഇന്ന് നാണയങ്ങളുണ്ട്, പലതരത്തിലുള്ള നാണയങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ ഇന്ത്യയില് പ്രചാരത്തിൽ അല്ലെ, നിങ്ങൾ നോക്കിയേ, പല ഷേപ്പിലുള്ള, പല ആകൃതിയില്, പല കൊത്തുവരകളുള്ള നാണയങ്ങളായിരുന്നു അന്ന് വിപണിയിൽ ഉണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, സോ ദീസ് ആർ നോൺ ആസ് പഞ്ച് മാർക്ക് കോയിൻസ്, അല്ലെങ്കിൽ മുദ്രാങ്കിത നാണയങ്ങൾ എന്നായിരുന്നു ഈ നാണയങ്ങളെ വിളിച്ചിരുന്ന പേര്. എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? പഞ്ച് മാർക്ക്ഡ് കോയിൻസ് അല്ലെങ്കിൽ മുദ്രാങ്കിത നാണയങ്ങൾ എന്നായിരുന്നു ഇത്തരം അന്നുണ്ടായിരുന്ന നാണയങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര്. ദി ആർ മെയ്ഡ് ഓഫ് സിൽവർ ആൻഡ് കോപ്പർ. എന്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്? വെള്ളി വെച്ചിട്ടും ചെമ്പ് വെച്ചിട്ടും അല്ലെ, സിൽവറും കോപ്പറും ഉപയോഗിച്ചിട്ടായിരുന്നു അന്നത്തെ നാണയങ്ങൾ ഉണ്ടായിരുന്നത്. ആൻഡ് these are evidences to show that coins were used for trade. അപ്പം ഈ ചെമ്പ് കൊണ്ടുള്ള നാണയങ്ങളായിക്കോട്ടെ, സിൽവർ കൊണ്ടുള്ള നാണയങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അന്ന് ട്രേഡിന് വേണ്ടി അവർ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? നാണയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ആൻഡ് കരവഴിയും കടൽ വഴിയും നദികൾ വഴിയും സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗുഡ്സ് വെയർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ലാൻഡ്, സീ ആൻഡ് റിവേഴ്സ് അല്ലെ, നദികൾ വഴിയാണെങ്കിലും കരമാർഗമാണെങ്കിലും അതുപോലെ തന്നെ എന്ത് വഴിയാണെങ്കിലും കടൽ മാർഗമായിട്ടുണ്ടെങ്കിലും ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങളായിരുന്നു? ധാന്യങ്ങൾ അല്ലെ, ഗ്രെയിൻസ്, അതുപോലെ തുണിത്തരങ്ങള്, ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോത്ത്, ടെക്സ്റ്റൈൽസ്, പിന്നെ ലോഹങ്ങൾ. സോ ഗ്രെയിൻസ്, ടെക്സ്റ്റൈൽസ്, മെറ്റൽസ് എക്സെട്ര, പല സാധനങ്ങൾ അല്ലെ. മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫുഡ്, ഡ്രസ്സ്, അതായത് ധാന്യങ്ങളും ക്ലോത്തുകളും
അതുപോലെ തന്നെ മെറ്റലുകൾ അല്ലെ, അന്ന് ആയുധങ്ങൾ വളരെ ആവശ്യമായിരുന്നു അല്ലെ, കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽസ് വേണമായിരുന്നു. അപ്പം എന്താണ്, അത്തരം സാധനങ്ങളാണ് കര വഴിയും കടൽ വഴിയും നദികൾ വഴിയും ഒക്കെ പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. അക്കാലത്തെ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന സേത്ത്, സാത്തവാഹകർ, ഈ പേരുകളൊക്കെ, ഈ പുതിയ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. സേത്ത്, സാത്തവാഹകർ എന്നീ പദങ്ങൾ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അന്ന് സേത്ത്, നമ്മൾ ഇന്ന് കച്ചവടക്കാരെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ബിസിനസ്മാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ സേത്ത്, എന്താണ് പിന്നെ സാത്തവാഹകർ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ അന്നത്തെ കാലത്ത് കച്ചവടക്കാരെ അവർ ആ പേര് വെച്ചിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദ വേർഡ്സ് സേത്തസ് ആൻഡ് സാത്തവാഹകർ മെൻഷൻഡ് ഇൻ ദ ബുക്സ് ഓഫ് those days refer to traders. ട്രേഡേഴ്സിനെ കാണിക്കുന്ന വേർഡാണ് എന്താണ്, സേത്ത്, സാത്തവാഹകർ എന്നീ വാക്കുകളൊക്കെ. ഓക്കെ, ഇനി നമ്മള് ഇന്ത്യയിലെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ, എങ്ങനെയാണ് മൗര്യരാജ്യം, മഗധ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ. ഓക്കെ, സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഗ്രീസ്, രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. അവയെ നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പം ഗ്രീസിൽ എന്താണ് നഗരരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ അഥവാ സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രീസില് സിറ്റി സ്റ്റേറ്റ്സ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്താണ് സിറ്റി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നഗരരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതു സുരക്ഷയ്ക്കും ഭരണത്തിനും അല്ലെ, ആൾക്കാരുടെ പൊതുവായിട്ടുള്ള സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഭരണത്തിനും വേണ്ടിയിട്ട് കുറെ ഗ്രാമങ്ങള് ഒന്നിച്ചു നിന്നു. അങ്ങനെ കുറെ ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നിട്ടുള്ളതിനാണ് എന്ത് പറയാ, നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. സോ ഇൻ ഗ്രീസ് villages stood together for the purpose of security and governance. എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്? For the function of എന്തിനു വേണ്ടിയിട്ടാണ്? Security and governance. They came to be known as city states. അതിനെയാണ് city states എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു നഗരവും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അപ്പം ഒരു നഗരവും അതിന്റെ ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങൾ, ഇപ്പൊ ഞാൻ കോഴിക്കോട് പറയുകയാണെങ്കിൽ കോഴിക്കോട് അടുത്ത് നിൽക്കുന്ന കാർഷിക ഗ്രാമങ്ങളും ഇങ്ങനെ ചേർന്നിട്ടുള്ളതായിരുന്നു ഒരു നഗരരാഷ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗ്രീസിലെ കാര്യമാണ് പറയുന്നത്. ഒരു നഗരം ഉണ്ടാവും, ആ നഗരത്തിന് ചുറ്റുമുള്ള കാർഷിക പ്രദേശങ്ങൾ, അത്രയും സ്ഥലങ്ങൾ ചേർന്നതാണ് ഒരു നഗരരാഷ്ട്രം എന്ന് പറയുന്നത്. കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി. അപ്പം എങ്ങനെയാണ് ഓരോ നഗരരാഷ്ട്രവും വേലി കെട്ടിയിട്ടാണോ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? അല്ലെ, നാച്ചുറൽ ആയിട്ട് തന്നെ ചില കുന്നുകള് അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പല അതിർത്തികളും തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ തന്നെ എന്തായി ഈ നഗരരാഷ്ട്രങ്ങൾക്ക് അതിർത്തിയായി അല്ലെ. ഒരു നഗരരാഷ്ട്രം കഴിഞ്ഞിട്ട് ഒരു കുന്ന് വരും, അപ്പൊ അടുത്ത നഗരരാഷ്ട്രം, അങ്ങനെയാണ് അവര് അതിർത്തി പങ്കിട്ടിട്ടുണ്ടായിരുന്നത്. സോ എ സിറ്റി സ്റ്റേറ്റ് കൺസിസ്റ്റഡ് ഓഫ് എ സിറ്റി and the surrounding agricultural villages. Hills and mountains provided natural boundaries for these city states. ഒരു സിറ്റി കൺസിസ്റ്റ് ഓഫ് എ സിറ്റിയും സറൗണ്ടിങ് അഗ്രികൾച്ചറൽ വില്ലേജസും ഉണ്ടായിരുന്നു. ആൻഡ് ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് പ്രൊവൈഡഡ് നാച്ചുറൽ ബൗണ്ടറീസ് ഫോർ ദീസ് സിറ്റി സ്റ്റേറ്റ്സ്. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. ഇനി ചില നഗരരാഷ്ട്രങ്ങൾ എങ്ങനെയായിരുന്നു? ദ്വീപായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. ഈ നഗരരാഷ്ട്രങ്ങളുടെ ഒക്കെ തലസ്ഥാനം, ക്യാപിറ്റൽ സിറ്റി എവിടെയായിരുന്നു? നല്ല ഉയർന്ന കുന്നിന്റെ മേലെയായിരുന്നു. അപ്പം ഏതൻസ്, ഈ വാക്കുകൾ, ഈ സ്ഥലങ്ങളുടെ പേരുകൾ മക്കൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണേ. ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബസ് എന്നിവയായിരുന്നു ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ. ഏതൊക്കെയാണ്? ഏഥൻസ്, സ്പാർട്ട, Corinth and Thebes were some of the major city states of Greece. ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത് ആൻഡ് തീബ്സ്. സോ some of the city states were islands. ചില സിറ്റി സ്റ്റേറ്റ്സ് ഒക്കെ ദ്വീപുകളായിരുന്നു. The capitals of these city states were located in high hills. അവരുടെ സിറ്റി സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റല് നല്ല ഉയർന്ന ഹൈ ഹിൽസിലൊക്കെ ആയിരുന്നു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ്
ഏതൻസിലെ ജനാധിപത്യ വഴിയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഏതൻസ് ഓൺ ദി ഡെമോക്രാറ്റിക് വേ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഡെമോക്രസിയാണ് അല്ലെ. അതുപോലെ ഏതൻസില് എങ്ങനെയാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയം അവിടെ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ള ഒന്നായിരുന്നു. അപ്പം 2500 വർഷം മുമ്പ് ഗ്രീസിലൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന് ഒരു ഇന്നത്തെ ഒരു ജനാധിപത്യത്തുമായിട്ട് കുറച്ചൊരു മാച്ച് ആൻഡ് മാച്ച് ആയിരുന്നു. നോക്കി നിങ്ങൾ, the system of government that prevailed in Athens 2500 years ago resembled modern democracy. This was different from the system of governance in other city-states. അല്ലെ, മറ്റ് നഗരരാഷ്ട്രങ്ങളിലെ ഭരണരീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനാധിപത്യ മോഡൽ ഭരണരീതിയായിരുന്നു ഏതൻസിൽ. അല്ലെ, വേറെ ഒരുപാട് നമ്മൾ നഗരരാഷ്ട്രങ്ങളൊക്കെ പഠിച്ചു. അതിനകത്ത് ഏതൻസ്, സ്പാർട്ട ഒക്കെ പഠിച്ചില്ലേ. അതിനകത്ത് ഏതൻസിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇന്നത്തെ ഒരു ജനാധിപത്യവുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായമായിരുന്നു ഏതൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അടിമകൾ അല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും അവര് പൗരന്മാരാക്കി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാരെയും ഒന്നും പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല ആൾക്കാരല്ലേ, എന്താ പറയാ, കാസ്റ്റിന്റെ ബേസിസിലായിരിക്കും, ചിലപ്പം എക്കണോമിക് സ്റ്റാറ്റസിന്റെ ബേസിസിൽ, അല്ലെ ലാൻഡ് ഓണിങ്ങിന്റെ ബേസിസിൽ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ആൾക്കാരും പൗരത്വം കൊടുക്കുന്നുണ്ടായിരുന്നത് പഴയ കാലത്ത്. പക്ഷേ ഏതൻസിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും അവരെന്താക്കി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു പൗരത്വം. അതിനകത്തും എന്തുണ്ട്, ഒരു കറക്റ്റ് ഒരു ആയിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അവര് പൗരത്വം, അല്ലെ മനുഷ്യന്മാർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് ഏജ് ഒരു ക്രൈറ്റീരിയ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ പുരുഷന്മാരെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടിമകളല്ലാത്ത, അല്ലെ സ്ലേവ്സ് ആവാൻ പാടില്ല, അടിമകളല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും അവരെന്താക്കി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു, അവര് പൗരന്മാരാക്കിയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓൾ മെയിൽസ് ഓവർ ദ ഏജ് ഓഫ് 30 എക്സെപ്റ്റ് സ്ലേവ്സ്, അല്ലെ സ്ലേവ്സിന് പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാത്ത എല്ലാ മെയിൽസിനെയും കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. ഈ പൗരന്മാർ ഉൾപ്പെട്ട ഒരു സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൊണ്ടിരുന്നത്. അല്ലെ, the citizens formed a committee and met 4 times a year to take decisions on important matters. അല്ലെ, അപ്പം ഈ 30 വയസ്സ് തികഞ്ഞ അടിമകളല്ലാത്ത പുരുഷന്മാർ ചേർന്നിട്ടായിരുന്നു ഒരു കമ്മിറ്റി കൂടിയിട്ട് അവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. വർഷത്തിൽ 4 തവണയെങ്കിലും അവരെന്ത് ചെയ്യായിരുന്നു, ഇതിനു വേണ്ടിയിട്ട് വർഷത്തിൽ 4 തവണ ഇവർ യോഗം ചെയ്തിട്ട് തീരുമാനിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ നിങ്ങൾ നോക്കുക, സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരെ പൗരരായി കണക്കാക്കിയിരുന്നില്ല. 30 വയസ്സ് കഴിഞ്ഞ അടിമകളല്ലാത്ത പുരുഷന്മാരെയാണ് പൗരന്മാരാക്കി, സിറ്റിസൺസ് ആക്കിയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫീമെയിൽസ്, അല്ലെ അനീതി ഉണ്ട് അവിടെ. സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ, അല്ലെ ഫോറിനേഴ്സിനെ ഒന്നും എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല, ഏതൻസിലെ പൗരന്മാരാക്കിയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ the women, artisans and the foreigners who worked as traders were not considered as citizens. Okay, മധ്യധരണ്യാഴി പ്രദേശത്തെ, അതായത് മെഡിറ്ററേനിയൻ സീനാണ് മധ്യധരണ്യാഴി എന്ന് പറയുന്നത്. മധ്യധരണ്യാഴി പ്രദേശത്തെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ ഏതൻസ് സമ്പന്നമായ നഗരരാഷ്ട്രമായിരുന്നു. അല്ലെ, മെയിൻ ആയിട്ടുള്ള ഒരു കച്ചവട കേന്ദ്രമായതുകൊണ്ട് തന്നെ ഏതൻസ് വളരെ വെൽത്തി ആയിട്ടുള്ള, അല്ലെ നല്ല സമ്പന്നമായിട്ടുള്ള ഒരു നഗര രാഷ്ട്രമായിരുന്നു. ആസ് എൻ ഇമ്പോർട്ടന്റ് സെന്റർ ഓഫ് ദ ട്രേഡ് ഇൻ ദ മെഡിറ്ററേനിയൻ റീജിയൻ, ഏതൻസ് വാസ് എ പ്രോസ്പെറസ് സിറ്റി സ്റ്റേറ്റ്. അല്ലെ, ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു. കപ്പൽ നിർമ്മാണത്തിലും കടൽ യാത്രയിലും വൈദഗ്ധ്യമുള്ള നിരവധി പേർ ഏതൻസിൽ ഉണ്ടായിരുന്നു. അല്ലെ, കപ്പലിൽ യാത്ര ചെയ്യണതിലൊക്കെ കുറച്ചൊരു നോളജ് വേണം. അല്ലെ, കപ്പലിന്റെ ഡയറക്ഷൻ ഒക്കെ നോക്കി യാത്ര ചെയ്യാൻ കുറച്ച് നോളജ് വേണം. അപ്പം അങ്ങനെ കുറെ നോളജ് ഉള്ള വിദഗ്ധന്മാരും, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് കടൽ യാത്രയിലും കപ്പൽ നിർമ്മാണത്തിലും നോളജ് ഉള്ള കുറെ ആൾക്കാര്
ഏതൻസിൽ ഉണ്ടായിരുന്നു. മെനി ഇൻ ഏതൻസ് വെർ സ്കിൽഡ് ഇൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സീഫെയറിംഗ് അല്ലെ. അപ്പം ഏതൻസില് അത്തരം കഴിവുള്ള ആൾക്കാര് ഒത്തിരി ഉണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ച ഇവർ പുത്തനാശയങ്ങളെയും നൈപുണികളെയും സ്വീകരിച്ചു. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ചിന്തകൾ ഏതൻസിലേക്ക് ആകർഷിക്കപ്പെട്ടു. സോഫിസ്റ്റുകൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ സോഫിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തുള്ള പ്രദേശത്തൊക്കെ അവര് നിരന്തരം എന്ത് ചെയ്യായിരുന്നു, ഇപ്പൊ ഏതൻസിലുള്ള ആൾക്കാർ ഏതൻസിൽ മാത്രമല്ല, അവർക്ക് കപ്പൽ യാത്രയും കപ്പൽ നിർമ്മാണം ഒക്കെ അറിയാം അല്ലെ, കടൽ യാത്രയൊക്കെ അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യും, അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചിട്ടുള്ള ഇവർ പുത്തൻ ആശയങ്ങളെയും നൈപുണികളെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആശയം കാണുന്നു, കുറച്ചും കൂടി കൊള്ളാലോ, നല്ല നമ്മൾ നിലനിൽക്കുന്നതിനേക്കാളും നല്ല ആശയമാണ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരത് അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, അവരത് സ്വീകരിക്കും. എന്നിട്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ചിന്തകർ ഏതൻസിലേക്ക് ആകർഷിക്കപ്പെട്ടു. അങ്ങനെ അതുപോലെ തന്നെ ആശയങ്ങളോടൊപ്പം ചിന്തകരെയും കൂടി അവരെന്ത് ചെയ്തു, ഏതൻസിലേക്ക് ആകർഷിച്ചു. അതിനെയാണ് സോഫിസ്റ്റുകൾ എന്നാണ് ആ കൂട്ടം ആൾക്കാരെ അറിയപ്പെട്ടിട്ടുള്ളത്, സോഫിസ്റ്റുകൾ. So they constantly travel to nearby areas and gathered new ideas, new ideas and skills. പുതിയ ഐഡിയാസും സ്കിൽസും. Many thinkers from other regions were attracted to Athens. They were known as sophists. സോഫിസ്റ്റുകൾ എന്നാണ് അവരെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത്തരത്തിൽ ഏതൻസിൽ എത്തിച്ചേർന്ന ചിന്തകരിൽ ഒരാളാണ് ചരിത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ഹെറോഡോട്ടസ്. അപ്പം ആരാണ് ഹെറോഡോട്ടസ്? അപ്പം നമ്മുടെ ഫാദർ ഓഫ് ഹിസ്റ്ററി ആണ്. ഓക്കെ, ഫാദർ ഓഫ് ഹിസ്റ്ററി ആയിട്ടുള്ള ആളാണ് ആര്? ഹെറോഡോട്ടസ്. നിങ്ങൾക്കറിയാം അല്ലെ, ഹിസ്റ്ററിയുടെ ഫാദർ എന്ന് പറയുന്ന ഹെറോഡോട്ടസ് ആണ്. അപ്പം ഈ ഹെറോഡോട്ടസ് എങ്ങനെയാണ് ഏതൻസിലേക്ക് എത്തുന്നത്? സോഫിസ്റ്റ് ആയിട്ടാണ് അല്ലെ. വേറെ സ്ഥലത്തു നിന്നൊക്കെയുള്ള ചിന്തകരാണ് ഏതൻസിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിയിട്ടുള്ള ഒരു സോഫിസ്റ്റില് പ്രധാനപ്പെട്ട ഒരാളാണ് ഹെറോഡോട്ടസ്, ഹു ഇസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഹിസ്റ്ററി. ഓക്കെ. സോ BC 6-ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാലമായിരുന്നു. 6th century BC was a period that witnessed significant changes in history. അല്ലെ, ഒരുപാട് മാറ്റങ്ങൾ ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായി. ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്തും ചിന്താമണ്ഡലത്തിലും പ്രതിഫലിച്ചു. അല്ലെ, ഒരുപാട് മാറ്റങ്ങൾ ആൾക്കാരുടെ ഭൗതിക മണ്ഡലത്തിലുള്ള മാറ്റങ്ങൾ അല്ലെ. അവർക്ക് പൈസയും കുറച്ച് മാറി, അവരുടെ ജീവിതചര്യകളും കുറച്ച് മാറി. അപ്പൊ അവരുടെ ചിന്തയിലും ആശയത്തിലൊക്കെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ വേണ്ടി പറ്റും. Okay, the changes occurred in various spheres of the life of the people during that time. The changes in material life were reflected in the spheres of politics and philosophy also. Okay, politicsയിലും ഫിലോസഫിയിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ആൻഡ് അങ്ങനെയാണ് അക്കാലത്ത് പുത്തനാശയങ്ങൾ രൂപപ്പെട്ടത്. ഇവ പിൽക്കാല മാനവ ചരിത്രത്തെ നിർണായകരമായി സ്വാധീനിക്കുകയും ചെയ്തു. So, thus new ideas emerged during the period. These have had a decisive influence on subsequent human history. അത് പിന്നീട് ഹ്യൂമൻ ഹിസ്റ്ററിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായിരുന്നു? ഏഥൻസും നഗര രാഷ്ട്രങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ഫൈനൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? BC 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഭൗതിക രംഗത്തുള്ള മാറ്റങ്ങള്, ഭൗതിക രംഗത്തുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇരുമ്പ് ഉപകരണങ്ങള് കൂടുതലായിട്ട് ഉപയോഗിച്ചു അല്ലെ. ഇരുമ്പ് ഉപകരണങ്ങൾ അല്ലെ, അയേൺ ഇൻസ്ട്രുമെന്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് രാഷ്ട്ര രൂപീകരണമാണ് അല്ലെ. സ്റ്റേറ്റിന്റെ ഒരു ഫോർമേഷൻ, രാഷ്ട്ര രൂപീകരണം ഉണ്ടായിരുന്നു. അപ്പം ഭൗതിക രംഗത്ത് മാറ്റങ്ങൾ വന്നപ്പം അവരുടെ ആശയത്തിലും കുറച്ച് മാറ്റങ്ങൾ വന്നു അല്ലെ. ഭൗതിക രംഗത്ത് അവർ കൃഷിയിലേക്കൊക്കെ കൂടുതലായിട്ട് ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവര് കന്നുകാലികളൊന്നും അല്ലെ, വേദകാലഘട്ടത്തിൽ നിന്നിരുന്ന ആശയങ്ങളൊന്നും ആയിരുന്നില്ല. അവർ ആശയം കന്നുകാലികളൊക്കെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക
എന്നുള്ള ഒരു ആശയമായിരുന്നു അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ റിച്വൽസിന് സാക്രിഫൈസസ് അല്ലെ, ബലി കൊടുക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആശയത്തിലെ കുറെ മാറ്റങ്ങൾ വന്നു. ആ ആശയത്തിലെ മാറ്റങ്ങളാണ് പിന്നീട് ബുദ്ധിസമായിട്ടും ജൈനമതമായിട്ടും അതുപോലെ തന്നെ മെറ്റീരിയലിസം ഭൗതികവാദമായിട്ടൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആശയത്തിലെ മാറ്റങ്ങളായിരുന്നു അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞു ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം പറഞ്ഞു അല്ലെ. ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചപ്പോ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? കാർഷിക രംഗം അല്ലെ, അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ത് ചെയ്തു? ഒന്നുകൂടി ഡെവലപ്ഡ് ആയി. അതുപോലെ തന്നെ കുറെ അഗ്രികൾച്ചറൽ ഫീൽഡ് ഉണ്ടായപ്പം സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി അല്ലെ. സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിച്ചോൽപാദനം ഉണ്ടായി അല്ലെ. കുറെ അഗ്രികൾച്ചർ, കുറെ ഇരുമ്പ് ഉപകരണങ്ങളുണ്ട്, അവർക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റി അല്ലെ. കാറ്റലിനൊന്നും ബലി കൊടുക്കാതിരുന്നത് കാരണം അവർക്ക് ഒരുപാട് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്ക് കുറെ ഉൽപാദനം ഉണ്ടായി. കുറെ ഉൽപാദനം ഉണ്ടായ സമയത്ത് അവരുടെ ആവശ്യത്തിനേക്കാളും കൂടുതൽ ഉൽപാദനം ഉണ്ടായ സമയത്ത് അവരെന്ത് ചെയ്തു? അത് കച്ചവടം നടത്തി അല്ലെ. കച്ചവടം നടത്തിയ സമയത്ത് അവരുടെ പൈസയ്ക്കായി പിന്നീട് അത് നഗരങ്ങളുടെ രൂപീകരണത്തിലേക്ക് മാറി അല്ലെ. നഗരങ്ങളായിട്ട് ആ കച്ചവടം നടക്കുന്ന സ്ഥലം എന്തായിട്ട് മാറി? കുറെ കച്ചവടക്കാർ വന്ന് അതൊരു നഗരമായിട്ട് മാറി. നേരെ മറിച്ച് രാഷ്ട്ര രൂപീകരണത്തില് നമ്മള് ജനപദങ്ങൾ പഠിച്ചു അല്ലെ. ജനപദങ്ങൾ പഠിച്ചു. ജനപദങ്ങള് മഹാജനപദങ്ങളായത് പഠിച്ചു. അതില് മഗധ മാത്രം എങ്ങനെ ഉയർന്നു വന്നു എന്ന് പഠിച്ചു. പിന്നീട് മൗര്യ രാജ്യമായിട്ട് അല്ലെ, മൗര്യരാജ്യം, ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യരാജ്യം സ്ഥാപിച്ച കാര്യം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചു. അലക്സാണ്ടറുടെ സാമ്രാജ്യമാണ് പിന്നീട് അവിടെ വരുന്നത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളും അവിടെ സോഫിസ്റ്റുകളുടെ ഏതൻസിന്റെ കാര്യമൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻ ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറെ ആൾക്കാരുടെ പേര് പഠിക്കാനുണ്ട്. ചരിത്രമാണ്, അപ്പൊ കുറെ ആൾക്കാരുടെ പേര് സ്വാഭാവികമായിട്ടും പഠിക്കാനുണ്ടാവും. നിങ്ങൾ 1-2 വട്ടം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേരുകളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. സിമ്പിൾ ആണ്. ഒരു കഥ ഓർക്കുന്നത് പോലെ ഓർത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സിമ്പിൾ ആൻഡ് ഹംപിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നന്നായിട്ട് വായിക്കുക, നല്ല മക്കളായിട്ട് വളരുക. താങ്ക് യു.